ഇന്ന് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നേ. നടന്നു വരണ്ടേ ഇങ്ങ് വരെ. പിന്നെ വീട്ടിൽ വന്ന ഇവിടെ ഒരാള് എനിക്കുള്ള പങ്ക് താന്നും പറഞ്ഞ് മേടിച്ചെടുക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എന്നും കൊണ്ടു കൊടുക്കാറുണ്ടേ. എന്നെ ഈ കാണിച്ചു തരുന്നത് എന്നാന്നറിയാവോ? കുരങ്ങാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഇവിടെ കുരങ്ങ് വരാറുണ്ട് കേട്ടോ. ഇപ്പൊ പേരക്കയുടെ സീസൺ ആയതുകൊണ്ട് അത് തിന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇവര് വരും കേട്ടോ. കുരങ്ങിനെയൊക്കെ ഓടിക്കാൻ എന്തൊക്കെയോ ട്രിക്കുകളുണ്ട്. നമ്മളിവിടെ കൂടുതലും കല്ലോ കമ്പോ ഒക്കെ എടുത്ത് എറിയും കേട്ടോ. അപ്പൊ അതുങ്ങൾ പേടിച്ച് ഓടുവേ. അല്ലാത്ത ശല്യവും ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഞാനെറിഞ്ഞ ആ പേരയ്ക്ക് നേരെ എന്റെ തലയിൽ തന്നെയാണ് കേട്ടോ വന്ന് വീണത്. കുറെ നേരമായിട്ട് അമ്മേനെ കാണാനായിട്ട് അമ്മേനെ പോയി നോക്കിയപ്പോഴേ അമ്മ ആ തുണിയൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെടീന്റെ കാര്യങ്ങള്. ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ചെടിയിലൊന്ന് തൊട്ട് തലവിടാതെ അമ്മ പോകത്തില്ല കേട്ടോ. നല്ല മഴക്കാറുണ്ടേ. ചിലപ്പോൾ വൈകുന്നേരം എന്തായാലും മഴ പെയ്യുമെന്നാ തോന്നുന്നേ. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൂവുള്ള ഒരു ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിറച്ച് പൂവാണ്. ഇല കാണാത്ത രീതിയിൽ പൂവുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനേ. ഇതിന്റെ 2-3 കളർ ഉണ്ടെങ്കിലും ഇതിൽ പൂവുള്ള പോലെ അതിലൊന്നും പൂക്കളില്ല കേട്ടോ. ഇതാണ് നിറച്ച് ഫ്ലവർ ആയിട്ട് നിൽക്കുന്നതേ. കുറെ നാളായി ഇതെല്ലാം വിരിഞ്ഞ് നിൽക്കണു. പക്ഷെ ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല. വെയിലത്താണ് ഇരിക്കുന്നത്. ഇത് പിന്നെ അതിന്റെ വേറൊരു കളറാ. ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ പൂക്കൾ കുറവാണേ. ഇതും അതിന്റെ വേറൊരു വകഭേദമാണ്. പക്ഷെ പൂക്കൾ കുറവാണ് കേട്ടോ. ഏതായാലും കുരങ്ങുകളൊക്കെ വന്നാലേ ഇവിടെ മത്തങ്ങ സേഫ് ആയിട്ട് കിടപ്പുണ്ടോ എന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ ഞാൻ. മത്തങ്ങയൊക്കെ ഇവിടെ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്ര വലിപ്പേ വെക്കുള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പൊട്ടിക്കണമെന്ന് ഇങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നേ. ഈ കാണുന്ന പൂവ് നിത്യവഴുതനയുടെയാണ് കേട്ടോ. ഞാൻ തൊട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേരെ 5-5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് ചെമ്പരത്തിയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ.